അയ്യോ വണക്കം. വി ഡി സതീശൻ നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. വി ഡി സതീശനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഉള്ളതുപോലെ പറയണമല്ലോ. നല്ല വിവരവും നല്ല വിദ്യാഭ്യാസമുള്ളൊരു മനുഷ്യൻ, അതാണ് വി ഡി സതീശൻ എന്ന് പറയുന്നത്. നല്ല ആഴത്തിലുള്ള അറിവ് എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. ഗഹനമായിട്ടുള്ള വായനയുള്ളൊരു മനുഷ്യനാണ് വി ഡി സതീശൻ എന്ന് ഇതിനോടകം തന്നെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇന്നലെ നമ്മുടെ വയനാട് മണ്ണിടിഞ്ഞല്ലോ. ഈ വയനാട് മണ്ണിടിഞ്ഞ ഈ സമയത്ത് വയനാട് തുരങ്കപാതയാണ് അവിടെ പണിയുന്നത്. ഈ വയനാട് തുരങ്കപാത എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രോജക്റ്റാണ്. ഈ തുരങ്കപാത പണിയുന്ന സമയത്ത് വി ഡി സതീശൻ ആ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ ബൈറ്റ് വേണമെങ്കിൽ ഞാൻ നിങ്ങളെവിടെ ഒന്ന് കേൾപ്പിച്ചു തരാം. ഇതാണ് ആ ബൈറ്റ്. വയനാട് തുരങ്കം ഉണ്ടാക്കാൻ വേണ്ടി പശ്ചിമഘട്ടം മലനിരകൾ കേരളത്തിന്റെ പ്രകൃതി സമ്പത്തായ മലനിരകളെ തകർക്കാനും അതിന് തുരങ്കം വയ്ക്കാനും ഉള്ള പദ്ധതിയാണ് ടണൽ പ്രോജക്റ്റ്. വയനാട്ടിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള ടണൽ പ്രോജക്റ്റ്, അതിനെയൊക്കെ ഞങ്ങൾ എതിർക്കും, ശക്തിയായി ഞങ്ങൾ എതിർക്കും, ഒരു സംശയമില്ല. ഈ ടണൽ പ്രോജക്റ്റ് പശ്ചിമഘട്ട മലനിരകളിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കും. ഇങ്ങനെ ടണൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പദ്ധതിയെ ഞങ്ങൾ അംഗീകരിക്കില്ല. ഇതായിരുന്നു വയനാട് തുരങ്കപാത വിഷയത്തിൽ വി ഡി സതീശന്റെ നിലപാട്. ഇതാണ് വി ഡി സതീശൻ അന്ന് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. അതായത് ഈ വയനാട് തുരങ്കപാത എന്ന് പറയുന്നത് നമ്മുടെ പശ്ചിമഘട്ടത്തിന് വലിയ ദോഷം വരുത്തുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിനെല്ലാം ഞങ്ങൾ എതിർക്കും എന്ന് വി ഡി സതീശൻ പറഞ്ഞു. എത്ര ദീർഘവീക്ഷണത്തോടു കൂടെയാണ് വി ഡി സതീശൻ അന്ന് സംസാരിച്ചത് എന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ ഉള്ളതുപോലെ പറയണമല്ലോ. അതിനെ അന്നിവിടുത്തെ കമ്മിക്കുട്ടന്മാരും അന്നിവിടെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനും എതിർത്തത്. വി ഡി സതീശൻ പറയുന്നത് കണ്ടോ, സംസ്ഥാനത്തിനൊരു നല്ല കാലം വരുമ്പോൾ അത് വി ഡി സതീശൻ എതിർക്കുകയാണ്, അതിന് തുരങ്കം വയ്ക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ഇതുപോലെയാണ് വി ഡി സതീശൻ കെ റെയിലും എതിർത്തത്. കെ റെയിൽ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിനെ രണ്ടാഴ്ച വിഭജിക്കാനുള്ള ഒരു പദ്ധതിയാണ് എന്നുള്ളത് എല്ലാവർക്കും കൃത്യമായിട്ടറിയാം. പിന്നെ ഇതിനകത്ത് LDF സർക്കാരിന് കമ്മീഷൻ അടിക്കാനും LDF സർക്കാരിന് അവിടെ സ്വജനപക്ഷപാതം കാണിക്കാനും പിന്നെ വീണ മോൾക്കും പിന്നെ നമ്മുടെ കമലച്ചേടത്തി പിണറായി വിജയൻ സഖാവിൻ്റെ ഭാര്യയായിട്ടുള്ള ബഹുമാന്യയായിട്ടുള്ള ആദരണീയയായിട്ടുള്ള കമലച്ചേടത്തി അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കൊടുക്കുമായിരിക്കും അതിൽ നിന്ന്. അതൊക്കെ ഇനി അന്വേഷണത്തിൽ പുറത്ത് വരേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് കൂടുതൽ നമ്മുടെ സഖാക്കൾ വിനിയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ പിണറായി സർക്കാരിനെ 10 കൊല്ലം സഖാക്കന്മാർ സഹിച്ചു. കേരളത്തിൽ എന്ത് വികസനമാണ് ഇവന്മാർ കൊണ്ടുവന്നത് എന്നാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത്. അല്ല, ഇവിടെ ഈ സഖാക്കന്മാർ വളരെ എന്താ പറയുക, സീരിയസ് ആയിട്ട് പറയുന്നത് ഈ വി ഡി സതീശൻ കയറിയപ്പോൾ സഖാക്കന്മാർ പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ ഇനി കേരളം നശിച്ചു. 10 കൊല്ലം പിണറായി സഖാവ് ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പം നശിക്കാൻ പോകണം. 10 കൊല്ലം എന്ത് തൊലിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, സത്യമായിട്ട് മനസ്സിലാവുന്നില്ല. 10 കൊല്ലം കേരളത്തിന് ഒരു വളർച്ചയുമില്ലാതെ മുരടിച്ച് കിടക്കുകയായിരുന്നു. ഒരു 5 കൊല്ലം കൂടെ അവർ ഭരിക്കണമെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു. കാരണം അങ്ങനെയാണെങ്കിൽ കേരളം ബംഗാളായേനെ. ഞാൻ വരെ പിച്ചച്ചട്ടി എടുത്ത് റോഡിൽ ഇറങ്ങേണ്ട ഒരു അവസ്ഥ കേരളത്തിൽ സംജാതമായേനെ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ. പോരാത്തതിന് പിണറായി വിജയൻ ഒരു പാർട്ടി സെക്രട്ടറി എന്നുള്ളതിലുപരി യാതൊരുവിധ ഭരണപാഠവുമില്ല. IAS കുലുങ്ങി ചിരിക്കുകയാണ് പിണറായി വിജയൻ വന്നിരിക്കുമ്പോൾ എന്നാണ് ഒരു പ്രമുഖ IAS പറഞ്ഞത്. പോരാത്തതിന് എന്ത് ഒരു ഫയൽ കൊണ്ടുവന്നാലും പിണറായി വിജയൻ ഒന്നും നോക്കാതെ ഒപ്പിട്ട് കൊടുക്കും എന്നും പല IAS ഉദ്യോഗസ്ഥർക്കിടയിലും അടക്കം പറച്ചിലുണ്ടായിരുന്നു. അതായത് ഭരണത്തെക്കുറിച്ച് ചുക്കും ചുണ്ണാമ്പും അറിയാത്ത ഒരു മുഖ്യമന്ത്രി 10 കൊല്ലം നമ്മുടെ കേരള ജനതയെ മുടിച്ച ഒരു കാലഘട്ടമാണ് കഴിഞ്ഞു പോയത്. അതിനുശേഷം വി ഡി സതീശൻ വന്നു. വി ഡി സതീശൻ വന്നു കഴിഞ്ഞ ശേഷം ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കാരണം അദ്ദേഹം കൊടുക്കുന്ന മറുപടി, കഴിഞ്ഞ ദിവസം ദേശാഭിമാനിക്കൊരു മറുപടി വി ഡി സതീശൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. വിഴിഞ്ഞം തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മറുപടിയാണ് ദേശാഭിമാനിക്ക് കൊടുത്തത്. അതൊന്ന് കണ്ടിട്ട് വരാം. നിങ്ങൾക്ക് കിട്ടിയല്ലോ, തന്നല്ലോ, നേരത്തെ ദേശാഭിമാനിക്ക് നന്നായിട്ട് തന്നല്ലോ, ഇനിയും ചോദിച്ചു മേടിക്കല്ലേ എൻ്റെ കയ്യിൽ നിന്ന്. വേറെയും ദേശാഭിമാനി എൻ്റെ അടുത്ത് 2025 വേറെ പറ. ജൂലൈ 1-ാം തീയതിയിലത്തെ വാർത്ത നിങ്ങളെല്ലാം വാർത്ത കൊടുത്ത ദിവസത്തെ ദേശാഭിമാനിയുടെ വാർത്ത. വിഴിഞ്ഞത്ത് 13,000 കോടി രൂപയുടെ നിക്ഷേപം. MSE ഗ്രൂപ്പ് 49% ഓഹരി എടുക്കും. അടുത്ത വാചകം കേട്ടോളാം. LDF സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ വിജയമാണ് വിദേശ നിക്ഷേപം. ഞാൻ എന്താ മറുപടി പറയേണ്ടത്? എന്നിട്ട് പിന്നെ അങ്ങോട്ട് മാറിയിട്ട് കടൽ കൊള്ള, സതീശൻ, അദാനി, എന്താണ് കേരളത്തിൽ നടക്കുന്നത്? എന്താ കേരളത്തിൽ സതീശൻ മൗനമാണ്. ഈ നിശബ്ദതയ്ക്ക് എന്തോ അർത്ഥമുണ്ട്. എന്തൊക്കെയായിരുന്നു ഈ ഓഹരി കൈമാറ്റത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട്. എനിക്ക് കിട്ടിയ കമ്മീഷൻ വരെ പറഞ്ഞു ഒരു മാധ്യമം 13,000 കോടിയുടെ കണക്കാക്കിയിട്ട് 2% കണക്കാക്കിയിട്ട്. ഇതാണ് ദേശാഭിമാനിക്ക് കൊടുത്ത മറുപടി. അതായത് അദാനി എന്ന് പറയുന്ന നരേന്ദ്രമോദി വളർത്തി വലുതാക്കിയ കോർപ്പറേറ്റ് ഭീമനെ നിരന്തരം എതിർക്കുന്ന ഇവിടെയുള്ള സഖാക്കൾ
ആ സഖാക്കൾ അദാനിയെ AKG സെൻറ്ററിനകത്ത് വരെ കൊണ്ടിരുത്തി ചായ കൊടുത്തു. BJP പോലും ഇതുവരെ അദാനിയെ BJPയുടെ പാർട്ടി ഓഫീസിൻ്റെ പടിക്കൽ അടുപ്പിച്ചിട്ടില്ല. ആ അദാനിയെ AKG സെൻറ്ററിനകത്ത് കൊണ്ടുപോയി ചായയും വടയും തീറ്റിച്ച് അദാനിയുടെ കയ്യും കാലും പിതുക്കി, അല്ലെങ്കിൽ കയ്യും കാലും ഒഴിഞ്ഞു കൊടുത്ത്, ആ അദാനി ഇരിക്കുമ്പോൾ അദാനിയുടെ സീറ്റ്, അദാനിയുടെ പൃഷ്ഠം താങ്ങാനായിട്ട് തുടച്ചു കൊടുത്ത് അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണെന്ന് പറഞ്ഞവന്മാർ VD സതീശൻ കയറിയപ്പോൾ ഉടനെ കടൽ കൊള്ള, ഭയങ്കരമായിട്ടുള്ള ഡ്രഡ്ജിങ്, കടൽ കയറുന്നു, സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാകുന്നു, കടലിൽ കരിമണൽ കൊള്ളയടിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഇൻ്റലക്ച്വൽ ചമഞ്ഞ് കൊണയടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ കൊണ ഇവിടെ എടുക്കില്ല എന്ന് വളരെ വിനയപുരസരം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ കൊണ വേണ്ട, അതിവിടെ എടുക്കില്ല ഇനി. കാരണം ഈ 10 കൊല്ലം കൊണ്ട് നിൻ്റെയൊക്കെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം നാട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നുള്ളതാണ്. ഈ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനത്തിന് എന്തൊക്കെ നല്ലത് വരുന്നുണ്ടോ അതിനെല്ലാം ഇവർ എതിർക്കുന്നുണ്ട്. പിന്നെ അവിടെ നരേന്ദ്രമോദി ഇരിക്കുന്നത് കൊണ്ട് വിഴിഞ്ഞം തുറമുഖവും പിന്നെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ഇവർ തന്നെ മുടക്കിയിട്ടതാണ്. അത് വന്നു. ദേശീയപാതകൾ, എന്തോരം ദേശീയപാത പണിയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അത് വരുന്നു. അങ്ങനെയുള്ള പല കാര്യങ്ങളും വരുന്നു. പിന്നെ മോദി അവിടെ കൊണ്ടുവരുന്ന പദ്ധതിയെല്ലാം ഇവർ ഒപ്പിട്ട് നടപ്പിലാക്കി പൈസ അടിക്കുന്നുണ്ട്. ഇപ്പോൾ VD സതീശൻ വന്നപ്പോൾ PM ശ്രീ കൊണ്ടുവന്നപ്പോൾ ഇവർ പറയുകയാണ് അത് നടക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവർ പറയുന്ന ആരോപണം, അദാനി എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തി എന്ത് ചെയ്യുന്നു, ഈ വിഴിഞ്ഞം 2500 കോടിയാണ് അദാനി ഇതിന് മുടക്കിയിരിക്കുന്നത്. ഭൂരിഭാഗം തുകയും സംസ്ഥാന സർക്കാരാണ് മുടക്കിയിരിക്കുന്നത്. കേന്ദ്രം വെറും 800 കോടി രൂപയാണ് ഇതിനകത്ത് മുടക്കിയിരിക്കുന്നത്. പക്ഷേ കരാറിൽ 40 വർഷത്തേക്ക് നടത്തിപ്പ് ആർക്കാണ്? അദാനിക്കാണ്. എന്തുകൊണ്ടാണ് അദാനിക്ക് ഈ 40 വർഷത്തേക്ക് നടത്തിപ്പ് കൊടുത്തിരിക്കുന്നത് പറ എന്ന് പല ആൾക്കാരും, പല സഖാക്കന്മാരുമാരി ചോദിക്കുന്നുണ്ട്. ഈ സഖാക്കന്മാരാണ് ഇത് അദാനിക്ക് എടുത്ത് കൊടുത്തത്. വിഴിഞ്ഞം എയർപോർട്ടും അദാനിക്കാണല്ലോ സഖാക്കന്മാർ കൊടുത്തത്. അദാനിക്ക് മേലെ ഒരുത്തൻ ടെൻഡർ വയ്ക്കാൻ നമ്മുടെ രാജ്യത്ത് നിന്നില്ല. അദാനി വെൽ എക്സ്പീരിയൻസ്ഡ് ആണ് ഈ പോർട്ടുകളെല്ലാം പണിയുന്നതിലും അത് നോക്കി നടത്തുന്നതിലും അത് പ്രോഫിറ്റബിൾ ആക്കുന്നതിലും എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പ്രോഫിറ്റ് എന്ന് പറയുന്ന സാധനം ഈ നമുക്കറിയാമല്ലോ, വസ്തുനിഷ്ഠമായ ഘടകത്തെയും നിഷ്ഠമായ ഘടകത്തെയും പരിശോധിക്കുമ്പോൾ ലാഭം എന്ന് പറയുന്ന സാധനം നമുക്കിഷ്ടമല്ല. കാരണം ഒരാൾക്ക് ലാഭം കിട്ടുക എന്ന് പറയുന്നത് അയാൾ മുതലാളിത്തത്തിൻ്റെ തലത്തിലേക്ക് ഉയരുകയും അയാളുടെ ജീവിത നിലവാരങ്ങൾ മെച്ചപ്പെടുകയും കമ്മ്യൂണിസം എന്ന് പറയുന്ന പരമമായിട്ടുള്ള ആശയധാരയിൽ നിന്ന് അന്തർലീനമായി അയാൾ വിട്ടുപോകാനുള്ള സാഹചര്യം ഉരുത്തിരിച്ചു കൊണ്ടുവരികയും തദ്വാര കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ കൊടിയഴിക്കേണ്ടി വരികയും വീട്ടിൽ അടുപ്പ് കത്തിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക്. അതുകൊണ്ട് പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഇഷ്ടമല്ല. ആ സാധനം നമ്മൾ ആർക്കും കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഈ അദാനി എന്ന് പറയുന്ന ആ വ്യക്തി 40 കൊല്ലം ഇത് അദാനിക്ക് റവന്യൂ കിട്ടും. 40 കൊല്ലം അദാനിക്ക് റവന്യൂ കിട്ടുമ്പോൾ സർക്കാർ എന്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? പല ആൾക്കാർക്കും ജെന്യുവിനായിട്ടുള്ള സംശയമാണ്. എൻ്റെയും ജെന്യുവിനായിട്ടുള്ള സംശയമായിരുന്നു. അതായത് സംസ്ഥാന സർക്കാരാണ് കൂടുതൽ പൈസ മുടക്കുന്നത്, ഇതിൽ അദാനിക്കാണ് അവിടെ കൊണ്ടുവരുന്ന റവന്യൂ കൂടുതലായിട്ട് കിട്ടുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഇതിലെ നേട്ടമെന്ന് പറയുന്നത് വിഴിഞ്ഞം തുറമുഖം വരുമ്പോൾ വികസിക്കുന്നത് നമ്മുടെ കേരളമാണ്. നമ്മുടെ കേരളം വികസിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ, അതായത് നമ്മുടെ ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തിന് ചുറ്റുമുള്ള, തുറമുഖത്തിന് ചുറ്റുമുള്ള റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നിങ്ങളൊന്ന് എടുത്ത് നോക്കണം. സ്ഥലത്തിന് വില എന്നൊക്കെ പറഞ്ഞാൽ റോക്കറ്റ് പോലെ കുതിച്ചു പൊങ്ങുകയാണ്. ആദ്യഭീകരമായിട്ടാണ് സ്ഥലത്തിന് വില പോകുന്നത്. പോരാത്തതിന് അവിടെ മെട്രോ കൊണ്ടുവരാൻ സാധിക്കും. സ്ഥലത്തിന് ബേസിക്കായിട്ട് വില കൂടിയാൽ എന്തൊക്കെ വികസനങ്ങൾ അവിടെ വരും. പോരാത്തതിന് എത്ര ആൾക്കാർക്ക് തൊഴിൽ കിട്ടും. ഒരു തുറമുഖത്തെ ചുറ്റിപ്പറ്റി എന്തോരം ആൾക്കാർ ജീവിക്കും. ഇനി അദാനി അവിടെ വിഴിഞ്ഞം തുറമുഖത്തിൽ അദാനി നോക്കി നടത്തുന്നു. എന്താണ് അദാനിയുടെ ചുമതല? അദാനിയുടെ ചുമതല അത് നല്ലൊരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടാക്കി വികസിപ്പിച്ച് അദാനി അവിടെ എന്ത് ചെയ്യണം, ലോകത്തുള്ള പല കമ്പനികളെയും ഇൻവൈറ്റ് ചെയ്ത് അവരുടെ ഷിപ്പുകൾ അവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? അല്ല, സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട പണിയാണോ ഇത്? ലോകരാജ്യങ്ങളടുത്ത് പോയി നിങ്ങളെ കപ്പൽ കൊണ്ടുപോകുക, ഇതൊക്കെ ഓരോ കമ്പനി ചെയ്യേണ്ട പണി. അതാണ് അദാനിയുടെ പണി. അദാനി അത് ചെയ്യുമ്പോൾ അദാനി അതിൻ്റെ റവന്യൂ എടുക്കും, അതിൻ്റെ കുറച്ച് റവന്യൂ നമുക്ക് തരും. പക്ഷെ നമ്മുടെ യഥാർത്ഥത്തിലുള്ള നേട്ടം ഇതിന് ചുറ്റുമുള്ള ഇതിനേക്കാളും വലിയ അനന്തസാധ്യമായിട്ടുള്ള അവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അവിടെ വരുന്ന ഷിപ്പുകൾ ട്രാൻസ്പോർട്ട് ചെയ്തു പോകുന്ന ദേശീയപാതയിലൂടെയാണ്. ആ ദേശീയപാതയിലൂടെ പോകുന്ന ഈ കണ്ടെയ്നറുകൾ, ഇവിടെ വന്നിറങ്ങുന്ന ജനങ്ങൾ, ഇവിടുത്തെ ടൂറിസം, ഇവിടെയുള്ള മറ്റുള്ള ആൾക്കാരുടെ ജോലി സാധ്യതകൾ, അങ്ങനെ മറ്റനന്തമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ ശശി തരൂർ പറഞ്ഞ പോലെ ബാഴ്സലോണ പോലെ വികസിപ്പിക്കാനുള്ള ഒരു വകുപ്പ് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇത് പിണറായി സർക്കാർ കൊണ്ടുവന്ന് വേണോ വേണ്ടയോ ഇങ്ങനെ തട്ടിക്കളിച്ച് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അവസാനം അദാനി ഒപ്പിച്ചെടുത്ത്, അദാനി കൊണ്ട് തല വെച്ച് പോയല്ലോ.
അങ്ങനെ അദാനി എന്ത് ചെയ്തു? ഈ അദാനി ഈ സർക്കാരിനോട്, അതായത് നമ്മുടെ സംസ്ഥാന സർക്കാരിനോട് ചോദിക്കാതെ ഈ അദാനിയുടെ ഷെയറുകളെല്ലാം എടുത്തുകൊണ്ട് MSC കമ്പനിക്ക് കീഴിലെ TIL-മായി പ്രാഥമികമായിട്ടുള്ളൊരു കരാർ, ഞങ്ങളുടെ ഷെയർ ഞങ്ങൾ നിങ്ങൾക്ക് തരാം. അതായത് അദാനിയുടെ ഈ വിഴിഞ്ഞം തുറമുഖത്തിന് അദാനി ഓൺ ചെയ്യുന്ന അദാനിയുടെ ഓഹരി വിപണിയുണ്ട്. ഈ വിപണിയിലെ ഷെയർ അവർക്ക് അദാനി മറിച്ച് വിൽക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇത് മറിച്ച് വിൽക്കുമ്പോൾ അദാനി ഇത് സെബിയെ അറിയിച്ചു, പക്ഷേ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. ഈ കരാറ് കൊടുത്തു എന്ന് പറഞ്ഞാണ് ഇവന്മാർ ബഹളം ഉണ്ടാക്കുന്നത്. പക്ഷേ കരാറ് കൊടുത്തിട്ടില്ല. അതിൻ്റെ നിർദ്ദേശം പുറത്തു വന്നതേ ഉള്ളൂ. ഈ കരാറ് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള കമ്മിക്കുട്ടന്മാരിറങ്ങി. ഇവിടെയുള്ള കമ്മിക്കുട്ടന്മാർ പറയുന്നു ഇത് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചില്ല. ഇനി എന്തുകൊണ്ടാണ് അദാനി ഇത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ കമ്പനിക്ക് മറിച്ചടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഇങ്ങനൊരു തുറമുഖമുണ്ടെന്നും നിങ്ങളുടേത് കൂടെയായിട്ടുള്ള, അതായത് ഒരാൾക്ക് ഓഹരി മറിച്ച് വിൽക്കുമ്പോൾ അവിടെ നിന്നുള്ളൊരു കോൺട്രിബ്യൂഷൻ കൂടെ നമുക്ക് വരും. ആ കോൺട്രിബ്യൂഷൻ നമുക്ക് വരുന്നത് മാത്രമല്ല, വലിയ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സാണ് അവിടെ നിന്നും വരാൻ പോകുന്നത് എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒരു കമ്പനിക്ക് ഓഹരി വിൽക്കാനായിട്ട് പല പല കാരണങ്ങളുണ്ട്. ഞാൻ പറഞ്ഞുതരാം. പുതിയ നിക്ഷേപം, ഇൻവെസ്റ്റ്മെൻറ്റ് ലഭിക്കാൻ, കടം കുറയ്ക്കാൻ, വിദേശ പങ്കാളിയെ കൊണ്ടുവന്ന് സാങ്കേതിക വിദ്യയും ആഗോള വ്യാപാര ശൃംഖലയും പ്രയോജനപ്പെടുത്താൻ, ലാഭമെടുത്ത് മറ്റൊരു പദ്ധതിയിൽ നിക്ഷേപിക്കാൻ. ഇനി വിഴിഞ്ഞത്തിൻ്റെ 2ാം ഘട്ടം തുടങ്ങണം. ആ 2ാം ഘട്ടത്തിൻ്റെ പൈസ അദാനിക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇതൊന്നും സാധാരണമല്ല, ലോകമെമ്പാടും നടക്കുന്ന കാര്യമാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇത് പിടിക്കില്ല. കമ്മ്യൂണിസ്റ്റുകൾക്ക് അന്നും ഇന്നും മലയാളി കഞ്ഞിയും പയറും കുടിക്കുന്നതാണ് ഇഷ്ടം. ബർഗറിലോട്ട് നമ്മൾ കടക്കാൻ പാടില്ല. അങ്ങനെ കടന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിസത്തിന് പിന്നെ നിലനിൽപ്പില്ല. എന്തായാലും കേരളത്തിന് ഇതുകൊണ്ട് എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ, പുതിയ കമ്പനി കൂടുതൽ ചരക്ക് കപ്പലുകൾ കൊണ്ടുവന്നാൽ തുറമുഖ വരുമാനം കൂടും, കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകും, പുതിയ സാങ്കേതിക വിദ്യയും മാനേജ്മെൻറ്റ് പരിചയവും ലഭിക്കും. വിഴിഞ്ഞം ഒരു വലിയ അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബായി വളരാൻ ഇത് സഹായിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അദാനിയുടെ ഓഹരികൾ വിൽക്കുന്നത് ആ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചില്ല എന്നൊരു കാര്യമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പറഞ്ഞാണ് വലിയ രീതിയിലുള്ള ബഹളം ഇവിടെ നമ്മുടെ കമ്മിക്കുട്ടന്മാരുണ്ടാക്കുന്നത്. ആക്ച്വലി അദാനി ഇത് സെബിയോട് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് സംസ്ഥാന സർക്കാരിന് കത്ത് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മുടെ പിണറായി സർക്കാർ ഭരിച്ചപ്പോഴും അദാനിയുമായിട്ട് ഇതുപോലൊന്ന് കൊമ്പ് കോർക്കാനായിട്ട് പിണറായി സർക്കാർ പോയിട്ടുണ്ടായിരുന്നു. അദാനി അടിച്ച് അണ്ണാക്കി കൊടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. 2024 പറഞ്ഞ സമയത്ത് പണി പൂർത്തിയാക്കാത്തതിൻ്റെ പേരിൽ LDF സർക്കാർ അദാനിക്കെതിരെ കരാർ ലംഘനത്തിനാണ് അന്ന് നോട്ടീസ് അയച്ചത്. സർക്കാരിനെതിരെ ആർബിട്രേഷൻ നടപടിക്ക് മുതിരുകയാണ് ആ ഘട്ടത്തിൽ അദാനി ചെയ്തത് എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് പണി എന്തുകൊണ്ട് പൂർത്തിയാകുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അദാനി തിരിച്ച് സർക്കാരിന് ആർബിട്രേഷൻ നോട്ടീസ് അയച്ചു. എന്ന് പറഞ്ഞാൽ കല്ല് കിട്ടുന്നില്ല, അത് എടുത്തു തരേണ്ടത് ആരാണ്? സർക്കാരാണ്. അവരത് ചെയ്യുന്നില്ല, കൊടിയും പിടിച്ച് നിൽക്കുകയാണ്. പിന്നെ എന്ത് ചെയ്തു? ഈ അമളി മനസ്സിലാക്കി LDF സർക്കാർ അദാനിയുമായിട്ടൊരു ഒത്തുതീർപ്പിലെത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തുതീർപ്പിലെത്തി നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ VD സതീശൻ കയറിയപ്പോൾ, VD സതീശൻ വളരെ വിഷണറി ആയിട്ടൊരു മുഖ്യമന്ത്രിയായിട്ടാണ് അദ്ദേഹത്തിന് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. VD സതീശൻ കയറിയപ്പോൾ ഇവർ പറയുന്നത് അദാനി കടൽ കൊള്ളക്കാരൻ, അദാനി കടൽ ഭീമൻ, കടൽ കുതിര, കടൽ താമര എന്നൊക്കെയാണ് ഇവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ നാടിന് ഏത് രീതിയിൽ വികസനം വന്നു കഴിഞ്ഞാൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കണ്ണാടി വെച്ചതും ബിസ്ക്കറ്റ് കടിച്ച് പറിക്കുന്നതും ഇരിക്കുന്നതും നടക്കുന്നതുമായിട്ടുള്ള കുറേ ഇൻ്റലക്ച്വൽ ബുദ്ധിജീവികൾ ചമഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നാടിനെ കൊള്ളയടിക്കും. പിണറായി ഇറങ്ങിയതിൻ്റെ അടുത്ത ദിവസം ഇപ്പോൾ കോൺഗ്രസ്സുകാർ മൊത്തം ഈ വീട് മൊത്തം കൊള്ളയടിക്കും, വീട്ടിലെ താലി വലിച്ച് പറിക്കും, തട്ടം വലിച്ച് കീറും, പിന്നെ കുരിശെടുത്ത് തൊട്ടിക്കളയും, പിന്നെ വീട്ടിൽ കയറി മറ്റേ അലമാര കൊള്ളയടിക്കും, കരിമണൽ കടത്തിക്കൊണ്ട് പോകുമ്പോൾ നിങ്ങളെ വീടൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്നൊക്കെ പറയുന്ന ഉളുപ്പുണ്ടാണ്. എനിക്ക് പറയാനായിട്ട് എനിക്ക് ഉളുപ്പ് തോന്നുന്നു. കാരണം ഈ വീട്ടിനകത്ത് മീൻചട്ടി വെച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് മഞ്ഞക്കുറ്റി കൊണ്ടിട്ടവന്മാരാണ് നീയൊക്കെ. നിനക്കൊക്കെ ഉളുപ്പ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ടോ? ഉളുപ്പുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ തൂങ്ങിച്ചാവും. അതുപോലും ചെയ്യാതെ ഇരുന്ന് വീണ്ടും ഇങ്ങനെ കിളച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ? ഇത് പറഞ്ഞ പണിയായിപ്പോയി. അതുകൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റില്ല. അപ്പോൾ ശരി.